ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല, മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ്. വിശദീകരണങ്ങൾ പറയാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം പലരും അവർ കേൾക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ചെവി കൊടുക്കൂ. എന്നും കൂടെ ഉണ്ടാവും എന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ചു പോയവരെയല്ല, ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്തു നിർത്തേണ്ടത്. നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണം നിങ്ങൾ ആണെങ്കിൽ നിങ്ങളോളം വിജയിച്ചവർ മറ്റാരുമില്ല. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മുഖങ്ങളും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. ഒരാളെ വേദനിപ്പിക്കുന്നത് കടലിലേക്ക് കല്ലെറിയുന്നത് പോലെ നിസ്സാരമാണ്. എന്നാൽ അത് കടലിൻ്റെ എത്ര ആഴങ്ങളിലേക്ക് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ പുഞ്ചിരിക്കണം. തളർത്താൻ ശ്രമിക്കുമ്പോൾ തളരാതെ നിൽക്കണം. കുറ്റം പറയുന്നവരുടെ മുൻപിൽ വിജയിച്ചു കാണിക്കണം. പരിഹസിച്ചവരുടെ മുൻപിൽ പതറാതെ ജീവിക്കണം. ജീവിതം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം. ഒരു അവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത്. കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക. അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട്. അന്ന് അതിനുള്ള മറുപടി പറയുക. നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ, മാറ്റി നിർത്താൻ കഴിയില്ല. എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ, പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക. ഒടുവിൽ ശാന്തനായിരിക്കുക. എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നു വരും. ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും. ഒന്നുകിൽ പട്ടം പോലെ ഉയർന്നു പറക്കുക, അല്ലെങ്കിൽ തുലാസ് പോലെ താഴ്ന്നു കൊടുക്കുക. രണ്ടും ജീവിതത്തിന് മൂല്യം നൽകും. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാവില്ല. മൗനമാണ് കുത്തി നോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. ചതിയാണോ നുണയാണോ കൂടുതൽ അപകടകാരി എന്ന് ചോദിച്ചാൽ നുണയാണ് അപകടകാരി. ചതിക്കുമ്പോൾ നമ്മൾ ഒരു തവണയേ വേദനിക്കുന്നുള്ളൂ. എന്നാൽ ഓരോ നുണകളും ജീവിതകാലം മുഴുവൻ നമ്മെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കും. ജനിക്കുന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചല്ല. എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുക. ഉദ്ദേശങ്ങളില്ലാതെ സംസാരിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതെ പരിപാലിക്കുക. അതാണ് യഥാർത്ഥ സ്നേഹം. നാവ് മൂർച്ചയുള്ള കത്തി പോലെയാണ്. രക്തം വരുത്താതെ ഒരാളെ കൊല്ലാനുള്ള കഴിവ് അതിനുണ്ട്. അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മകളോ കാണുന്നില്ല. വാശിയൊക്കെ ആവാം, പക്ഷെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റുകൊടുക്കണം. പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെയാണ് എന്ന് മറക്കാതിരിക്കുക.